ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ 2025 PSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ 22ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. 2025 PSC നടത്തിയിട്ടുള്ള 21 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം, PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ 21 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാത്തവർ അത് പോയി കാണട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ PSC എക്സാമുകളൊക്കെ എഴുതുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മൾ 85/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായവ ഏതെന്നാണ് കേട്ടോ. ശരിയായ വാചകം. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു എന്നുള്ളതും മലപ്പുറം നിലമ്പൂരിൽ തേക്കുതോട്ടം നിർമ്മിച്ചു എന്നുള്ള ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതായത് രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. അതായത് കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി, അതുപോലെ പാലക്കാട് എന്നീ നഗരസഭകൾ ആരംഭിച്ചത് കൊളോണിയൽ ഭരണത്തിന് കീഴിലാണ്. എന്നാൽ മലപ്പുറം നഗരസഭ ഈ അടുത്ത കാലത്തായിട്ട് 1970-ലാണ് കേട്ടോ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ശേഷമാണ് മലപ്പുറം നഗരസഭ രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്തല്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനാണ് 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു എന്നുള്ളതും 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു എന്നുള്ള ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? അതായത് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആണല്ലോ, ഇത് ആരംഭിച്ചത് 1866-ലാണ് കേട്ടോ. 65-ലല്ല, 66-ലാണ്. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പഠിക്കട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേതെന്നാണ് ചോദിച്ചിട്ടോ. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഇതില് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് തെറ്റ് എന്നാണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിൽ ഇനി രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച് ട്ടോ. ഇത് ശരിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ഓക്കെ. ഇനി ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ് ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഈ ചിത്രം വരച്ചത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിൽ എന്താ തെറ്റുള്ളത്? ഈ ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രം ഏതാണ്? ഇൻ മെമ്മോറിയം ആണ് കേട്ടോ. ഇൻ മെമ്മോറിയാണ് ജോസഫ് നോയൽ പാറ്റേൺ ആയിന് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളതും. ഓക്കെ, ജസ്റ്റിസ് അല്ല, ഇൻ മെമ്മോറി ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പ്രസ്താവനയിൽ ലക്നൌവിന്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858-ലാണ് കേട്ടോ. ജോൺസ് ബാർക്കർ എന്നാണ് ഈ ഒരു ചിത്രം വരച്ചത്. എന്നാൽ ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858-ലല്ല, 1859-ൽ. 1859-ലാണ് ഈ ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1ഉം 3ഉം ആണ്. അതായത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് എന്നുള്ളത് ശരിയാണ്. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു എന്നുള്ളതും ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയിൽ ആദ്യ 2 വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത് കേട്ടോ. 1ആം വട്ടമേശ സമ്മേളനത്തിലും 3ആം വട്ടമേശ സമ്മേളനത്തിലും ഗാന്ധിജി പങ്കെടുക്കുന്നില്ല. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഓക്കെ.
അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണെന്നാണ് കേട്ടോ. ഇതിൽ എല്ലാം ശരിയാണ്. യുനിസെഫിന്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ മുദ്രാവാക്യം. ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 പ്രസ്താവനകൾ നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആരാണ്? ഓപ്ഷൻ സി, ഇമ്മാനുവൽ കാന്റ് ആണ് കേട്ടോ. ഇമ്മാനുവൽ കാന്റ് ആണ് നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. എന്താണ് ഈ നെബുല സിദ്ധാന്തം? സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് കേട്ടോ. സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും പ്രമുഖമായ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് നെബുല സിദ്ധാന്തം. ഒക്കെ 1755 ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള ഇമ്മാനുവൽ കാന്റ് ആണ് ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് കേട്ടോ. 1755 അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണെന്നാണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യന്? ഒന്നുകൂടി നോക്കാം. എന്താണ്? പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണെന്നാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 103 ഡിഗ്രിക്കും 142 ഡിഗ്രിക്കും ഇടയിലാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂകമ്പ മാപിനികളിലൊക്കെ എന്താണ്, തരംഗങ്ങൾ രേഖപ്പെടുത്താത്ത നിശ്ചിത മേഖലകളെയാണ് നിഴൽ മേഖല എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂകമ്പ മാപിനികൾ, അതായത് എന്താണ്, സിസ്മോഗ്രാഫ്സിൽ തരംഗങ്ങൾ രേഖപ്പെടുത്താത്ത നിശ്ചിത മേഖലകളെയാണ് നിഴൽ മേഖല അല്ലെങ്കിൽ ഷാഡോ സോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പി ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി തരംഗങ്ങളാണ് കേട്ടോ. ഇനി ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏതെന്നാണ് കേട്ടോ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഇതിൽ ഏതാണ്? കാലിഫോർണിയ ആണ് കേട്ടോ. കാലിഫോർണിയ. 9ാമത്തത്, ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ് കേട്ടോ. കൃഷ്ണ നദിയുടെ ഉത്ഭവ സ്ഥാനം ഏതായിരുന്നു? മഹാബലേശ്വർ കുന്നുകളാണ് അല്ലെ, നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതെന്നാണ് കേട്ടോ. ദക്ഷിണ ധ്രുവത്തില് പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതെന്നാണ്? ഓപ്ഷൻ സി, ചാന്ദ്രയാൻ 3 ആണ്. ചാന്ദ്രയാൻ 3നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. 11ാമത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? അപ്പൊ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാണ് കേട്ടോ. ഇവയെല്ലാം എന്നാണ് ആൻസർ. വളർച്ച, ആധുനികവൽക്കരണം, അതുപോലെ എന്താണ്, സാശ്രയത്വം, സമത്വം. ഇതൊക്കെ എന്താണ്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനത്തിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ യോജിച്ച പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കൃഷി, ഖനനവും പാറവെട്ടും, ഉൽപ്പന്ന നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യാപാരം, ഗതാഗതവും സംഭരണവും, സേവനങ്ങൾ. ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ഇവിടെ ഓപ്ഷൻ എ എന്താ? പ്രാഥമിക മേഖല 1, 2, 4 ആണ് കൊടുത്തിട്ടുണ്ട് അല്ലെ. കൃഷിയും അതുപോലെ ഖനനവും പാറവെട്ടും അതുപോലെ വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം. അപ്പൊ കൃഷിയും അതുപോലെ എന്താണ്, ഖനനവും പാറവെട്ടും ഒക്കെ എന്തിൽ വരുന്നതാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. പക്ഷെ 4ാമത്തത് വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം എന്താണ്, പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല. ദ്വിതീയ മേഖല 2, 3, 4, 5 എന്നാണ് വരുന്നത്. ഓക്കെ, ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താ? അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ നടക്കുന്നത് അല്ലെ. ഉദാഹരണം വൈദ്യുതി, അതുപോലെ ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് എന്തിൽ നടക്കുന്നത്? ദ്വിതീയ മേഖലയിൽ നടക്കുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നാണ് കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നോക്കാം. ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചു, ശരിയാണ്. ഓപ്ഷൻ സി എന്താ? ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഓപ്ഷൻ ഡി, ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഒക്കെ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റുള്ളത്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ഏകദേശം 1960ന്റെ പകുതി മുതൽ 70ന്റെ പകുതി വരെയാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, 1970കളുടെ പകുതി മുതൽ 80കളുടെ പകുതി വരെയായിരുന്നു
വേണ്ടത്? 1980 എന്നാണ് ഇവിടെ വേണ്ടത്. 80ന്റെ പകുതി വരെ ആയിരുന്നു ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം. ഓക്കെ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, പുറംപണി കരാർ അല്ലെങ്കിൽ ഔട്ട് സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിന് ഏത് നയത്തിന്റെ പരിണിത ഫലമാണ്? ഇപ്പൊ പുറംപണി കരാർ നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഏത് നയത്തിന്റെ പരിണിത ഫലമാണ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ആഗോളവൽക്കരണമാണ്. 15ാമത്തത്, അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം. അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം ഏതെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അതായത് 25 ഡിസംബർ 2000. ഓക്കെ. അപ്പൊ ഡിസംബർ 25, 2000-ലാണ് അന്ത്യോദയ അന്നയോജന നിലവിൽ വരുന്നത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക എന്നാണ് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ള ഓർഡർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. നോക്കാം. ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം ആരാണ് അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ ആരായിരുന്നു? നിയമോപദേശകന് BN റാവു ആണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ നമുക്കറിയാം ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് പഠിക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കാനാണ്. നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകളാണ് കൊടുത്തത്. ശരിയായിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ ബി ആണ്. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏതാണ് വകുപ്പ്? കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വകുപ്പ് 43-ലാണ് പറയുന്നത്. ഇനിയും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളത് വകുപ്പ് 44-ലാണ്. ഏകീകൃത സിവിൽ കോഡ് വകുപ്പ് 44. ഗോവധം നിരോധിക്കുക എന്നുള്ളതോ വകുപ്പ് 48-ലാണ് കേട്ടോ. ഗോവധം നിരോധിക്കുക. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് 51-ലാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവ? ഓക്കെ. ഇതിൽ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നാണ് കേട്ടോ. എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളതാണ് ആൻസർ. എന്തൊക്കെയാണ് പ്രസ്താവനകളിൽ മിസ്റ്റേക്ക് നോക്കാം. വകുപ്പ് 378 ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് കേട്ടോ. ഓക്കെ. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 368-ാം വകുപ്പിലാണ്. 378 അല്ല, 368-ാം വകുപ്പിലാണ്. ഓക്കെ. രണ്ടാമത്തേല് ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അയർലൻഡിൽ നിന്നല്ല, ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഓക്കെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത്, ഇതുവരെ ഭരണഘടന 103 പ്രാവശ്യം ഭേദഗതി ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. 103 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. ഇത് തെറ്റാണ്. അതായത് 106. ഓക്കെ. നിലവിൽ 106 ഭേദഗതികൾ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. 106 ഭേദഗതികൾ പൂർത്തിയായിട്ടുണ്ട്. നാലാമത്തത്, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1950 മാർച്ച് 14-നാണ് കേട്ടോ. അതും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ലാണ് കേട്ടോ. 1951-ലാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്തത്, കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. ഓക്കെ. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ 4 എന്നുള്ളതാണ് തെറ്റ് കേട്ടോ. 4ാമത്തെ ഓപ്ഷനാണ്, 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റുള്ളത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പഠിക്കാനുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ 22ാമത് ഗവർണർ ആണ് എന്നുള്ളത് ശരിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയത് 2019 സെപ്റ്റംബറിലാണ്. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ. 4ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റ്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു എന്നല്ലാതെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഒന്നും ആയിരുന്നില്ല കേട്ടോ. മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. ഓക്കെ.
അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉം ആണ് കേട്ടോ. ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് എന്നുള്ളത് ശരിയാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതും ശരിയാണ് കേട്ടോ. ഓക്കെ, ഇനി 3ഉം 4ഉം തെറ്റാണ്. ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടത് എന്നുള്ളതും ഇതുവരെ 2 പ്രാവശ്യം സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ടോ എന്നുള്ളതുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? അതായത് നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ 108 വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം പിന്നെന്താ വിളിച്ചു കൂട്ടുന്നതെന്നില്ലേ. എന്നാല് എന്താണ് 108 വകുപ്പ് പ്രകാരം എന്താണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണല്ലോ കേട്ടോ, പ്രധാനമന്ത്രിക്കല്ല. ഓക്കെ, 4മത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ഇവര് 2 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തെറ്റാണ്. 3 പ്രാവശ്യം നടന്നിട്ടുണ്ട് കേട്ടോ. 3 പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 21മത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവാന്നാണ് കേട്ടോ. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് ABDE. ഓക്കെ, വിവാഹവും വിവാഹമോചനവും, അതുപോലെ എന്താണ് ട്രസ്റ്റും ട്രസ്റ്റികളും, പിന്നെ കാർഡുകൾ, കുടുംബാസൂത്രണം, ഇതൊക്കെ എന്തിൽ വരുന്ന? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന് ആൻസർ എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 4 ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളത് നോക്കാം. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്, ശരിയാണ് കേട്ടോ. രണ്ടാമത്തതോ? ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗി ആയിരുന്നു. ഭരണഘടനയുടെ 280 വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 4മത്തെ പ്രസ്താവന എന്താ? ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950 തെറ്റായിട്ടുള്ളത്. ഓക്കെ, 1951 കേട്ടോ നിലവിൽ വന്നത്. 1951. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതുവരെ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിലൊക്കെ എന്താണ് ജസ്റ്റ് 1-2 വർഷത്തെ മാറ്റവും അല്ലെങ്കിൽ എന്താണ് പിന്നെ 10 വർഷത്തെ മാറ്റത്തിലാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല കൃത്യമായിട്ട് പഠിച്ചു പോകട്ടോ ഡേറ്റ് ഒക്കെ പഠിക്കുമ്പോൾ. അടുത്തത് 23. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ KPSC അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആരെന്നാണ് കേട്ടോ. ഇതില് കേരള PSCയുടെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാണ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മളെ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷന്മാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. ഇതില് അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചത് കേട്ടോ. ആരാണ് ഇതില്? PT ചാക്കോ ആണ് കേട്ടോ. PT ചാക്കോ. ബാക്കിയുള്ളവരൊക്കെ അധ്യക്ഷൻ ആയിട്ടുള്ള വ്യക്തികളാണ്. അടുത്തത് 24മത്തെ ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവാന്നാണ്. അപ്പൊ ഒരുപാട് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചത്. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ A 2, 3 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1986 നവംബർ 1-നാണ്. ഓക്കെ, ശരിയാണ്. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ തന്നെ എന്താണ് കേരള ഹൈക്കോടതിയും രൂപീകൃതമായിട്ടുണ്ട് 1986 നവംബർ 1-ന്. ഇനി അടുത്തത് എന്താണ്? ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KD കോശി ആയിരുന്നു. അതും ശരിയാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവനയിലും അതുപോലെ എന്താണ് 3മത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താണ് രണ്ടാമത്തെ പ്രസ്താവന? എന്താണ്? 1973 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തുടക്കം മുതൽ തന്നെ കൊച്ചിയിലെ എറണാകുളത്തായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താ? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ ആണെന്നുള്ളതാണ് കേട്ടോ. ശരിക്കും എന്താണ്? ഇത് തെറ്റാണ്. അതായത് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ് കേട്ടോ. 62 വയസ്സാണ്, 63 അല്ല, 62 വയസ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25മത്തെ ക്വസ്റ്റ്യൻ. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതൊക്കെ? ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേതാണ്? ഓപ്ഷൻ സി 1, 3, 4 എന്നുള്ളതാണ് കേട്ടോ. 1, 3, 4 ശരി. എന്ത് ശരിയായ പ്രസ്താവന? അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് എതിര്. ഓക്കെ, പിന്നെന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിന്റെ കൃതിയാണ്. അതുപോലെ 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്.
ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവനയിൽ അതിട്ടുള്ളത് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ 1943 ജനിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിൽ എന്നാണ് ജനിച്ചിട്ടുള്ളത്? 1949 ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിന്റെ രോഗനിർണയ മാർഗമാണ്? ഏതാണ്? നമുക്കറിയാം ടൈഫോയിഡ് ആണ് കേട്ടോ, ടൈഫോയിഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ സി, അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള പ്രസ്താവനകൾക്കൊന്ന് നോക്കാം. അയൺ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമുള്ള മനുഷ്യന്റെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നതും ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി, അതിൽ പ്രോട്ടീൻ ഉള്ള എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഹീമോഗ്ലോബിൻ എന്നതൊരു എന്താണ്? മെറ്റലോ പ്രോട്ടീൻ ആണ് കേട്ടോ. അതിലെ ഗ്ലോബിൻ എന്നത് ഒരു പ്രോട്ടീൻ ഭാഗമാണ്. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതെന്നാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇതേത്? ഇൻസുലിൻ. നെക്സ്റ്റ്, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആർക്കൊക്കെയാ ലഭിച്ചത്? വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനുമാണ്. ഇത് ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് ഈ ഒരു നോബൽ സമ്മാനം ലഭിച്ചതെന്നാണ് കേട്ടോ. ഏതാണ്? മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ്. മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ഏതാണ് ഇതിൽ അടിസ്ഥാന അളവ്? ഏതാണ് ഇതില്? ഓപ്ഷൻ സി, ടൈം ആണ് കേട്ടോ. ഇനി ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം എത്രയായിരിക്കും? ഒരു വസ്തു അതിന്റെ തുലനാവസ്ഥയിൽ ആകെ ബലം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ 0 ആയിരിക്കും. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണെന്നാണ് അടുത്തത്. ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ബി, ഒഡീസിയസ് ആണ് കേട്ടോ, ഒഡീസിയസ്. അപ്പൊ ഈ ഒരു പേടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്താണ് 2024 ഫെബ്രുവരിയിലാണ് കേട്ടോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇറങ്ങിയ അമേരിക്കൻ കമ്പനിയായ ഇൻഡ്യൂറ്റീവ് മെഷീൻസിന്റെ പേടകമാണ് ഒഡീസിയസ് കേട്ടോ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ഓക്കെ, 2024 ഫെബ്രുവരിയിലാണ് കേട്ടോ, 2024 ഫെബ്രുവരിയിലാണ്. അടുത്ത, താഴെ പറയുന്ന കാർബണിന്റെ രൂപാന്തരമല്ലാത്തത് ഇതിൽ ഏതാണ്? കാർബണിന്റെ രൂപാന്തരമല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഡയമണ്ട് ഒക്കെ കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ, അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ. ഓക്കെ, ഈ ഒരു അക്വാറീജിയന്റെ എന്താണ് ഇതിന്? അതായത് സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ ഉത്കൃഷ്ട ലോഹങ്ങളൊക്കെ ലയിപ്പിക്കാൻ ശേഷിയുള്ളതിനാലാണ് ഇതിന് എന്താണ് രാജകീയ ദ്രാവകം എന്ന് മറ്റൊരു പേരും കൂടി ഇതിനുണ്ട് കേട്ടോ. അക്വാറീജിയക്കും രാജകീയ ദ്രാവകം എന്നുള്ള മറ്റൊരു പേരും കൂടിയുണ്ട്. സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ ഉത്കൃഷ്ട ലോഹങ്ങളൊക്കെ ലയിപ്പിക്കാൻ ശേഷിയുള്ളതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ റേഷ്യോ പറയുകയാണെങ്കിൽ 3:1 ആണ് കേട്ടോ. 3:1 ആണ് വരുന്നത്. അതായത് 3 ഭാഗം ഹൈഡ്രോക്ലോറിക് ആസിഡും 1 ഭാഗം നൈട്രിക് ആസിഡും ആണ് കേട്ടോ. ഇനി അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര എന്നാണ്? ഒരു ന്യൂട്രൽ ലായനിയുടെ pH മൂല്യം എത്ര എന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി, എ ആണ് വരുന്നത്. ഓക്കെ, കർണശബദം ആട്ടക്കഥ രചിച്ചതാര്? കർണശബദം ആട്ടക്കഥ രചിച്ചതാര് എന്നാണ്? ആരാണ്? മാലിയാണ്. കർണശബദം ആട്ടക്കഥ രചിച്ചത് മാലി. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചുകേറി ഞാൻ നേരിനെ കാട്ടം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഏത് കൃതിയിലെ അതായത് വരികൾ തന്നിട്ട് ഏത് കൃതിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് ഓപ്ഷൻ ബി, കുടിയൊഴിക്കൽ എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ് കേട്ടോ.
2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രന്നാണ്? എത്രയാണോ? 6 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. അടുത്ത നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് ആരാണ് ആൻസർ? നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ്? ഓപ്ഷൻ ബി ആണ്, BR ഗവായി ആണ് കേട്ടോ. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതെന്നാണ്? ഏതാണ് ഓപ്ഷൻ ബി? രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയാണ്. ഇനി ക്വസ്റ്റ്യൻ 41 മുതൽ 10 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മാത്സിനായിട്ട് സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും സിലബസ് നിന്നുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അല്ലെങ്കിൽ ഡ്രൈവറുടെ എക്സാം ആണിത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ബ്ലബ് എന്നതിന്റെ പൂർണ്ണരൂപം എന്തെന്നാണ് 52ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. ചേരുംപടി ചേർക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം കേട്ടോ. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഉത്പാദനത്തിന് അല്ലെങ്കിൽ സബ്ലിമേഷന് ഉദാഹരണമായി പറയുന്ന വസ്തു ഏതാണ് കേട്ടോ. ഉത്പാദനത്തിന് അല്ലെ സബ്ലിമേഷന് ഉദാഹരണമായി പറയാവുന്ന വസ്തു ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് 2 മാത്രമാണ് കേട്ടോ, കർപ്പൂരമാണ്. ഓക്കെ, ഇനി താഴെ പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏത്? ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി പെട്രോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. LEL എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? LEL എന്നതിന്റെ പൂർണ്ണരൂപം എന്തെന്നാണ്? ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് ആണ് കേട്ടോ. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. അടുത്തത് ഓം നിയമം പ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഓം നിയമം പ്രകാരം ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, V=IR ആണ്. താഴെ പറയുന്നതിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാവുന്നത് ഏതെല്ലാം? താഴെ പറയുന്നതിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാവുന്നത് ഏതെല്ലാം എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, 1, 2, 4 ആണ്. അതായത് ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷൻ തകരാറ്, അതുപോലെ ശരിയല്ലാത്ത എർത്തിങ് ഒക്കെ ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിൽ എത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതെന്നാണ് കേട്ടോ. ശ്വാസകോശത്തിൽ എത്തിയാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള വാതകം ഏതാണ്? ഓപ്ഷൻ സി, കാർബൺ മോണോക്സൈഡ് ആണ്. താഴെ പറയുന്നവര് ശരിയല്ലാത്തത് ഏത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ബാക്കി 3ഉം ശരിയായിട്ടുള്ളതാണ്. ട്രിപ്പസിഡ് ഫ്രാക്ചർ സാധാരണയായിട്ട് തലയോട്ടിയിലാണ് സംഭവിക്കുന്നത്. 2-ലധികം കഷ്ണങ്ങളായി ഒരു എല്ല് ഒടിയുന്നതാണ് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ. എല്ല് ഒടിയുകയും ഒപ്പം ഈ ഭാഗത്തോട് ചേർന്ന് ത്വക്കിൽ മുറിവുണ്ടാവുകയും ചെയ്യുന്നതാണ് കമ്പൗണ്ട് ഫ്രാക്ചർ. 61ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഒരേ അർത്ഥം വരുന്നത് ഏതെല്ലാം എന്നാണ് കേട്ടോ. ഒരേ അർത്ഥം വരുന്നത് ഏതെല്ലാം എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, അതായത് 2ഉം 4ഉം ആണ്. ഓക്കെ, ഫ്രോസ്റ്റ് ബെറ്റും അതുപോലെ കോൾഡ് ബേൺസും ആണ് ഒരേ അർത്ഥം വരുന്നത്. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ്? ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ് ഇതില്? എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, അതായത് 2ഉം 3ഉം ആണ്. അതായത് സ്മോത്തറിങ്ങും അതുപോലെ ബ്ലാങ്കറ്ററിങ്ങും. CNGയുടെ പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ, മീഥെയ്ൻ ആണ്. CPR എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? എന്താണ് CPR എന്നതിന്റെ പൂർണ്ണരൂപം? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ് കേട്ടോ, റെസിസ്റ്റേഷൻ. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, അഡ്രിനാലിൻ ആണ് കേട്ടോ. അടുത്തത് അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21% ഓക്സിജൻ. അടുത്തത് സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് എന്ത്? ഓപ്ഷൻ എ, ടൈഡൽ വോളിയം. അടുത്തത് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ സി, വിറ്റാമിൻ കെ ആണ്. ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷനിലാണ് ഇതിനെ പറ്റി പറയുന്നത്? ഓപ്ഷൻ ഡി, സെക്ഷൻ 67 ബിയിലാണ് കേട്ടോ.
ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അതൊരു മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 72ലാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തത്, ഒരു ഗുഡ്സ് കാരേജിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡേഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണ്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീൽ ഉള്ളതുമായ വാഹനങ്ങൾ ഏത് തരത്തിൽ പെടുന്നതാണ്? ഇതിൽ ഏത് തരത്തിലാണ് പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ എ എം ആണ് കേട്ടോ. അടുത്തത് 73, ഹസാർഡ്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി. ഹസാർഡ്സ് ഗുഡ്സ് പോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ സി 3 വർഷം. താഴെ പറയുന്നതിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയും? ഏതാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 3. അതായത് ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാല്, ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ, ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ. അതായത് കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. വാഹനം റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിന് 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത്, താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? ഏതൊക്കെയാണ് ഇതിൽ പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? ഓപ്ഷൻ എ 1, 2 ആണ്. മോട്ടോർ ക്യാബും അതുപോലെ സ്റ്റേജ് കാരിയേജും ആണ് കേട്ടോ. അടുത്തത്, 8 വർഷം പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ കാലാവധി എത്ര വർഷമാണ്? എത്രയാണ്? 2 വർഷം കേട്ടോ. റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞവര വരച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ എന്ത് ചെയ്യണം? റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞവര വരച്ചിട്ടുണ്ട് എങ്കിൽ വാഹനങ്ങൾ എന്താണ്? ഓപ്ഷൻ സി, മഞ്ഞവരയിൽ കയറുവാനോ കടന്നു പോകാനോ പാടില്ല. 79ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്. വാഹനത്തിന്റെ വേഗത കുറച്ച് ട്രാഫിക് ഇന്റർസെക്ഷനിൽ കാൽനടയാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടെ കൂടി കടന്നു പോവുക. 80ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ 112 വകുപ്പ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്? 112ാം വകുപ്പ് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വേഗതയെ കുറിച്ചാണ് അല്ലെ. ഓപ്ഷൻ ഡി, വേഗതയെ കുറിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ഇതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. സ്റ്റീം എഞ്ചിൻ ആണ്. അടുത്തത്, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഓക്കെ, ഇതിൽ ഓപ്ഷൻ സി ആണ്. വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. ഇത്, താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ സി ആണ്. വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കുക. ഇത് 84ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിന്റെ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിന്? ഓഡോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, വാഹനം അതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാനാണ് അല്ലെ. MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ മിറർ സിഗ്നൽ മാൻ ആണ് കേട്ടോ. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന MV ആക്ട് 1988 ഏത് വകുപ്പിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്ത് സെക്ഷനിലാണ് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 177. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ ബി, മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നതിനെ പറ്റി. അടുത്തത്, പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാത്ത ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 179. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി, ശബ്ദവായു മലിനീകരണം. MV ആക്ട് 1988 സെക്ഷൻ 112 വേഗത പരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ 3 വീലറിന്റെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത എത്രയാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്? എത്രയാണ്? ഓപ്ഷൻ ബി, 50 km/h ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമറ്റേറിയൻ നിയമം
പാസാക്കിയത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് പാസാക്കിയിട്ടുള്ളത്? 2016 ട്ടോ. ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ് ആചരിക്കുന്നത് എന്നാണ് ട്ടോ. എന്നാണ്? ഓപ്ഷൻ സി ആണ്, എല്ലാ നവംബർ മാസത്തിലും 3-ാമത്തെ ഞായറാഴ്ച. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകൾ ഇല്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ളത്? പിന്നെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ഡി സെക്ഷൻ 207. അടുത്ത, പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴ എത്രയാണെന്നാണ് ട്ടോ. എത്രയാണ് പിഴ ലഭിക്കുന്നത്? എത്രയാണ് പിഴ? ഓപ്ഷൻ ബി 5000 രൂപ. ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? 3000 രൂപ ട്ടോ. വാഹനം ഒരു കയറ്റം കയറി കഴിഞ്ഞ് ഒരു ഇറക്കമിറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ്, കയറ്റം കയറിയ അതേ ഗിയറിൽ. ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏത് തരം ഹോണാണ്? ഏതാണ്? ഓപ്ഷൻ സി ഇലക്ട്രിക് ഹോണാണ് ട്ടോ. ആർമേഡ് വാഹനങ്ങൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏതു തരം വാഹനങ്ങളാണ്? ഏതാണ്? ഓപ്ഷൻ ബി സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളാണ്. അപകടകരമായ ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? അതായത് അപകടകരമായ ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ ഡി സ്പാർക്ക് അറസ്റ്റർ ആണ് ട്ടോ. സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റു വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ഓപ്ഷൻ ബി ഒലീവ് ഗ്രീൻ ആണ്. അപ്പൊ ഇത്രയാണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇപ്പോ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഭാഗത്തേക്ക് കൂടുതലായിട്ടും സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ.